ശാന്തമായി വിശ്രമിക്കുക, നിങ്ങളുടെ ശക്തിയെ പുതുക്കുക, സൗമ്യമായി ഉന്മേഷത്തോടെ എഴുന്നേൽക്കുക. ജീവിതം നിശബ്ദവും അദൃശ്യവുമായ ഒരു കൃപയാൽ, ഒരു വരദാനത്താൽ തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. പലരും പറയാറുണ്ട്, ഒന്ന് സമാധാനത്തിൽ ഉറങ്ങിയിട്ട് ഒരുപാട് നാളായി. കേൾക്കുന്നവർക്ക് ഇത് പറയുന്നവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ മനസ്സിലാകണമെന്നില്ല. ജീവിതത്തിൽ എന്നും സന്തോഷം ഉണ്ടാകണമെന്നാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത്. എന്നാൽ കൊതിച്ചിട്ട് കിട്ടാറുമില്ല, വിധിച്ചതല്ലേ ലഭിക്കുകയും. ബാല്യം കൗതുകത്തിൻ്റെയാണ്, കൗമാരം തിരിച്ചറിവിൻ്റെയും കാഴ്ചകളുടെയുമാണ്, യൗവനം സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയുമാണ്. ഈ 3 കാലഘട്ടത്തിലും മനുഷ്യർ മതിമറന്ന് ആഹ്ലാദിക്കാറുണ്ട്, വിശ്രമിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്. യൗവന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ പൂർത്തീകരണവും ജോലി ലഭ്യതയും ഒക്കെ നടക്കാതിരിക്കാം. കുടുംബജീവിതത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പാദമൂന്നുന്ന യൗവനകാലം. എല്ലാ മനുഷ്യരും കടന്നു വരുന്ന വഴികൾ ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായി ചില ഘട്ടങ്ങൾ ചാടിക്കടക്കുന്നവരും അതിക്രമിച്ച് കടക്കുന്നവരും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. പറഞ്ഞു വരുന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടിയുള്ള പോരാട്ടം ഇവിടെ യൗവന കാലഘട്ടത്തിൽ തുടങ്ങുകയാണ്. ചിലർക്ക് വിശ്രമമില്ലാത്ത നാളുകളായിരിക്കാം മുന്നിലുള്ളത്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അങ്ങനെ അങ്ങ് പോകുന്നവരും ഇവിടെയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ജീവിതത്തെ നോക്കിക്കാണേണ്ട കാലഘട്ടമാണ് ഈ യൗവനകാലം. നല്ല വഴിയെ മുന്നോട്ട് പോകാനും തെറ്റായ വഴിയിലേക്ക് പതിക്കാനും ആ കാലഘട്ടത്തിൽ സാധ്യതകൾ അനവധിയാണ്. ഹിതോപദേശങ്ങൾ ഒന്നും തന്നെ ഈ അവസരത്തിൽ പലർക്കും സ്വീകാര്യവുമല്ല. എന്തു തന്നെയായാലും ജീവിതം അവസാനിക്കും വരെ പൊരുതേണ്ടി വരുമല്ലോ. പ്രതീക്ഷകൾ അസ്ഥാനത്താകാം, കരുത്ത് ചോർന്നു പോകാം, വിമർശനങ്ങളുടെ കൂരമ്പുകൾ മനസ്സിനെ കീറി മുറിച്ചേക്കാം. കൂടെ നടന്നവരും കൂടെ നിന്നവരും ഒഴിഞ്ഞു പോകാം. ഒറ്റപ്പെടലിലെ തിരാവേദനയിൽ ജീവിതം വിരസമാകുന്ന കാലത്ത് വിശ്രമവും ഉറക്കവും മനുഷ്യരിൽ നിന്ന് അകന്നു പോകും. ഇത് സ്വാഭാവികമാണ്. വേനലും മഴയും മഞ്ഞും എല്ലാം അതാത് സമയത്തെ പ്രകൃതി നമ്മുടെ മുമ്പിൽ വിളമ്പിത്തരാറില്ലേ? അതുപോലെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടവും സന്തോഷവും ദേഷ്യവുമെല്ലാം. എല്ലാം താൽക്കാലികമാണ്. ഒന്നിനെയും കാര്യമായിട്ട് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുകയാണ് നല്ലത്. എന്നിട്ട് സമാധാനമായിട്ട് ശാന്തമായി വിശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ആന്തരിക ശക്തി തനിയെ പുതുക്കപ്പെടും. വളരെ സൗമ്യമായി സമാധാനത്തോടെ എന്നാൽ ഉന്മേഷത്തോടെ വിശ്രമത്തിൽ നിന്നും എഴുന്നേൽക്കുക. നിങ്ങൾക്ക് ജീവിതം വളരെ നിശബ്ദവും അദൃശ്യമായ വരപ്രസാദ തിളങ്ങി നിൽക്കുന്നത് കാണാം. സഭാപ്രസംഗിയുടെ 12-ാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് നീ നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ശുഭദിനം.